കൺട്രോൾ ചാർട്ട് ഫോർ വേരിയബിൾസ് ആയിരുന്നു പറഞ്ഞിരുന്നത്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന കൺട്രോൾ ചാർട്ട് ഫോർ ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പം എക്സ് ബാർ ചാർട്ടും ആർ ചാർട്ട് എന്ന് പറയുന്നു. അത് വേരിയബിൾസിന് മാത്രമുള്ള കൺട്രോൾ ചാർട്ടാണ്. അപ്പോൾ അത് ഒരു ആട്രിബ്യൂട്ട് കേസ് വരുമ്പം അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് മെഷർമെൻറ്റ് വരുമ്പം അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് വേറെ ചാർട്ട് ഉണ്ടാക്കണം. അപ്പം അതാണ് കൺട്രോൾ ചാർട്ട് ഫോർ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. കൺട്രോൾ ചാർട്ട് ഫോർ ആട്രിബ്യൂട്ട്സ് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് സി ചാർട്ട്, പി ചാർട്ട്, എൻ പി ചാർട്ട്. അപ്പോൾ കൺട്രോൾ ചാർട്ട് ഫോർ വേരിയബിൾസ് എന്ന് പറയുന്ന 2 എണ്ണമാണ് എക്സ് ബാർ ചാർട്ടും ആർ ചാർട്ടും. കൺട്രോൾ ചാർട്ട് ഫോർ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്ന 3 എണ്ണമുണ്ട്. സി ചാർട്ട്, പി ചാർട്ട്, എൻ പി ചാർട്ട്. As an alternative to X bar and R chart, we have the control chart for attributes which can be used for quality characteristics. The quality characteristics can be either the number of defectives or the number of defects. ഇവിടെ ഈ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡിഫക്ട്സ് ആയിരിക്കാം. ഈ ഡിഫക്റ്റീവും ഡിഫക്ട്സും എന്താണ്? ഡിഫക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മളൊരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആ പ്രോഡക്റ്റിൽ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ അതിന് ഡിഫക്റ്റീവ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ ക്ലോത്ത് മാനുഫാക്ചറിങ് ഫീൽഡിലാണെങ്കിൽ നമ്മളൊരു പെർട്ടിക്കുലർ ക്ലോത്ത് നമ്മൾ മെയ്ഡ് ചെയ്തു, നമ്മൾ അതിൻ്റെ അകത്ത് ചെക്ക് ചെയ്തു, ആ ക്ലോത്ത് നമ്മുടെ അടുത്ത് ഇൻസ്പെക്ട് ചെയ്തു. ആ ക്ലോത്തിൽ അവിടെ ഇവിടെയായിട്ട് കീറിയ പോലെയുണ്ട്. ആ ഒരു പെർട്ടിക്കുലർ കീറിയതിനെയാണ് നമ്മൾ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു പ്രോഡക്റ്റിൽ ഒന്നിലധികം ഡിഫക്ട്സ് ഉണ്ടാകാം. അങ്ങനെ ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിനെ നമ്മൾ പറയും ഒരു ഡിഫക്റ്റീവ് ഐറ്റം എന്ന് പറയും. അപ്പോൾ ഒരു ഡിഫക്റ്റീവ് ഐറ്റത്തിൽ ഒന്നിൽ കൂടുതൽ ഡിഫക്ട്സ് ഉണ്ടാവും. അപ്പോൾ ഡിഫക്റ്റും ഡിഫക്റ്റീവും തമ്മിലുള്ള ഡിഫറൻസ് അതാണ് കേട്ടോ. ഇഫ് ദ പ്രോഡക്റ്റ് ഡു നോട്ട് മീറ്റ് ക്വാളിറ്റി സ്പെസിഫിക്കേഷൻ ദേ ആർ കോൾഡ് ഡിഫക്റ്റീവ്സ്. ആ പ്രോഡക്റ്റ് അതിന് വേണ്ട ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അതിനെ ഒരു ഡിഫക്റ്റീവ് ഐറ്റമായിട്ട് കണക്കാക്കും. വൈൽ എനി ഇൻസ്റ്റൻസ് ഓഫ് ആർട്ടിക്കിൾസ് ലാക്ക് ഓഫ് കൺഫോമിറ്റി ടു സ്പെസിഫിക്കേഷൻ ഇസ് എ ഡിഫക്റ്റ്. അതിൽ എന്താണോ ആ പ്രോഡക്റ്റിനെ അതിൻ്റെ സ്പെസിഫിക്കേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റാതിരിക്കാനുള്ള ആ കോസിനെയാണ് നമ്മൾ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ആ പ്രോഡക്റ്റ് ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക് അച്ചീവ് ചെയ്യുന്നില്ല, ആ ഒരു കോസിനെയാണ് നമ്മൾ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ദിസ് എവരി ഡിഫക്റ്റീവ് കണ്ടെയ്ൻ 1 or more ഡിഫക്ട്സ്. അപ്പം ഏതൊരു ഡിഫക്റ്റീവ് എടുത്താലും ഏതൊരു ഡിഫക്റ്റീവ് ഐറ്റം എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ 1 or more ഡിഫക്റ്റീവ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു നമ്മൾ ഗ്ലാസിൻ്റെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, ആ ഗ്ലാസ്സിൽ എയർ ബബിൾസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്കൊരു ഡിഫക്റ്റീവായിട്ട് പറയാം. അപ്പം ഒരു സ്ഥലത്ത് ഒരു എയർ ബബിൾ ഉണ്ടാവും, 2 സ്ഥലത്ത് വേറെ അതുപോലെ കുറേ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ആ എയർ ബബിൾസ് ആണ് ഡിഫക്റ്റുകൾ. ആ എയർ ബബിൾസ് ഉണ്ടായതുകൊണ്ട് ആ പ്രോഡക്റ്റ് എന്തായി മാറി? ഒരു ഡിഫക്റ്റീവ് ഐറ്റമായിട്ട് മാറി. ദിസ് എവരി ഡിഫക്റ്റീവ് കണ്ടെയ്ൻ 1 or more. ഹെൻസ് കൺട്രോൾ ചാർട്ട് ഫോർ ആട്രിബ്യൂട്ട്സ് മേ ബി കൺസ്ട്രക്റ്റഡ് ടു റിഫ്ലക്ട് ദ പാറ്റേൺ ഓഫ് വേരിയേഷൻ ഇൻ ടേംസ് ഓഫ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഡിഫക്റ്റീവ് ഐറ്റം പ്രൊഡ്യൂസ്ഡ്. കൺട്രോൾ ചാർട്ട് ഫോർ ആട്രിബ്യൂട്ട്സ് ആർ ഓഫ് 3 types: സി ചാർട്ട്, പി ചാർട്ട് ആൻഡ് എൻ പി ചാർട്ട്. അപ്പോൾ നമുക്കിനി ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് എന്താണ് സി ചാർട്ട്, പി ചാർട്ട് എന്താണ്, എൻ പി ചാർട്ട് എന്താണ്. മെയിൻലി നിങ്ങൾക്ക് ഈ മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാവുന്നത് ഒന്ന് എക്സ് ബാർ ചാർട്ട് എന്താണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ എക്സ് ബാർ ചാർട്ട് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടാവും. ആർ ബാർ ചാർട്ട് എന്താണെന്ന് ചോദിക്കും, അത് വെച്ചിട്ടൊരു പ്രോബ്ലം ഉണ്ടാവും. അതുപോലെ സി ബാർ ചാർട്ട് എന്താണെന്ന് ചോദിക്കും. നിങ്ങൾക്ക് പ്രോബ്ലം അല്ലാണ്ട് തന്നെ സി ബാർ ചാർട്ടൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് സി ബാർ ചാർട്ട്, അതിൻ്റെ സെൻട്രൽ ലൈനും യു സി എല്ലും എൽ സി എല്ലും എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, അതിൻ്റെ യൂസ് എന്താണ്, അതൊക്കെ എഴുതണം നിങ്ങൾ. അത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനിലൊക്കെ വരും. അതുപോലെ അതിൻ്റെ ക്വസ്റ്റ്യനും വരാം നിങ്ങൾക്ക്. അതുപോലെ പി ചാർട്ട് എന്താണെന്ന് ചോദിക്കും, എൻ പി ചാർട്ട് എന്താണെന്ന് ചോദിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു 5 ചാർട്ടുകൾ പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ കവർ ചെയ്ത് പോകാം. അപ്പോൾ ഒന്നാമത്തെ സി ചാർട്ടാണ്. സി ചാർട്ട് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിഫക്റ്റിനെ ക്യാരക്ടറിസ്റ്റിക് ചെയ്യാനാണ്. നമ്പർ ഓഫ് ഡിഫക്റ്റിനെ മെഷർ ചെയ്യാനാണ് സി ചാർട്ട് യൂസ് ചെയ്യുന്നത്. നമ്പർ ഓഫ് ഡിഫക്റ്റ്. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കൺട്രോൾ ചാർട്ട് ഫോർ ആട്രിബ്യൂട്ട്സ് ഈസ് ദ സി ചാർട്ട്. ഇറ്റ് ഈസ് ഡിസൈൻ ടു കൺട്രോൾ ദ നമ്പർ ഓഫ് ഡിഫക്ട്സ് പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിൽ ഉണ്ടാകുന്ന ഡിഫക്ട്സിനെ കൺട്രോൾ ചെയ്യാനാണ് ഈ സി ചാർട്ട് യൂസ് ചെയ്യുന്നത്.
There are many situations in industry where the data are obtained by counting and are of discrete type. For example, the number of ideal machines, number of defects in castings, number of air bubbles in glasses, number of blemishes in a sheet of paper, number of blemishes in galvanized surface, number of weak spots in a given length of wire, and number of breakdowns at these weak spots, number of defects in body alignment of aircraft and buses, number of rust spots in steel sheet, number of mold marks on fiberglass canvas. ഇതൊക്കെ എന്ന് പറയുന്നത് ഇതുപോലുള്ള ഡിഫക്ട്സുകളാണ്. അപ്പം ഓരോ കേസിലും ഉണ്ടാകുന്ന ഡിഫക്ട്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഈ ഡിഫക്ട്സിനെ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സി ചാർട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ദ തിയററ്റിക്കൽ ബേസിസ് ഫോർ ദ സി ചാർട്ട് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം ഈ സി ചാർട്ട് മെയിൻലി നമ്മൾ ഫോളോ ചെയ്യുന്നത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷനാണ്. അതെന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ഒരു യൂണിറ്റ് ഒരു യൂണിറ്റ് സാധനം എടുക്കുകയാണെങ്കിൽ അതിലെ നമ്പർ ഓഫ് ഡിഫക്ട്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിഫക്ട്സ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി വളരെ കുറവാണല്ലേ. ഒരു യൂണിറ്റ് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ അതിലെ നമ്പർ ഓഫ് ഡിഫക്ട്സ് എന്ന് പറയുന്നത് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് കുറവാണ്. അപ്പം പ്രോബബിലിറ്റി മിനിമം ആയിക്കൊണ്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണെന്ത്? പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു യൂണിറ്റിൽ, ഒരു പെർട്ടിക്കുലർ യൂണിറ്റിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എന്താണ് ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെ കുറവാണെങ്കിൽ ആ ഒരു ഇവൻറ്റിനെ ക്യാരക്ടറൈസ് ചെയ്യാനാണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മളുടെ നമ്പർ ഓഫ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റിൽ വളരെ കുറവായിരിക്കും. അപ്പോൾ അത് ക്യാരക്ടറൈസ് ചെയ്യാനാണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് ഡിഫക്ട്സ് ഇൻ യൂണിറ്റ്സ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ ദ ഒക്കറൻസ് ഈസ് വെരി ലാർജ്. വൈൽ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് സംബന്ധിക്കുമ്പം, ഒരു മാസ് പ്രൊഡക്ഷൻ പ്രോസസ്സിനെ സംബന്ധിക്കുമ്പം അവിടെ ഡിഫക്ട്സ് ഉണ്ടാവുന്നത് എന്തായിരിക്കും? ഹൈ പ്രോബബിലിറ്റി ആയിരിക്കും. പക്ഷേ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് എടുക്കുമ്പം അതിനകത്ത് ഡിഫക്റ്റ് ഉണ്ടാവുന്നത് ഉള്ള പ്രോബബിലിറ്റി വളരെ കുറവായിരിക്കും. ദിസ് സിറ്റുവേഷൻ ക്യാൻ ബി വെരി വെൽ റെപ്രസെൻറ്റഡ് ബൈ എ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. ഇനി നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ സെൻട്രൽ ലൈൻ അല്ലെങ്കിൽ അപ്പർ കൺട്രോൾ ലിമിറ്റ്, ലോവർ കൺട്രോൾ ലിമിറ്റ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് നോക്കാം. ലെറ്റ് സി ഡിനോട്ട് ദ നമ്പർ ഓഫ് ഡിഫക്ട്സ് കൗണ്ടഡ് ഇൻ 1 യൂണിറ്റ് ഓഫ് ക്ലോത്ത് ഓർ പേപ്പർ ഓർ എനി മെറ്റീരിയൽ. നമ്മളൊരു പർട്ടിക്കുലർ മെറ്റീരിയൽ എടുക്കുന്നു, അതിലെ നമ്പർ ഓഫ് ഡിഫക്ട്സ് നമ്മൾ മെഷർ ചെയ്യുന്നു. അതിന് നമ്മൾ സി എന്നാണ് ഡിനോട്ട് ചെയ്യുക. അങ്ങനെ നമ്മളുടെ കയ്യിൽ n മെറ്റീരിയൽ ഉണ്ട്. അതിൽ നമ്മൾ ഒന്നാമത്തെ മെറ്റീരിയൽ എടുക്കുന്നു, നമ്പർ ഓഫ് ഡിഫക്റ്റ് കൗണ്ട് ചെയ്യുന്നു, അതിന് നമ്മൾ C1 ഡിനോട്ട് ചെയ്യും. രണ്ടാമത്തെ മെറ്റീരിയൽ എടുക്കുന്നു, നമ്പർ ഓഫ് ഡിഫക്റ്റ് കൗണ്ട് ചെയ്യും, അതിന് നമ്മൾ C2 ഡിനോട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ n മെറ്റീരിയലിലെ നമ്പർ ഓഫ് ഡിഫക്ട്സ് കൗണ്ട് ചെയ്യും. അതാണ് C1, C2 എക്സെട്ര CN റെസ്പെക്റ്റീവ്ലി. എന്നിട്ട് നമ്മൾ അതിൻ്റെ C ബാർ എടുക്കും, അതിൻ്റെ മീൻ എടുക്കും. C ബാർ എന്ന് പറയുന്നത് എന്താണ്? C1 പ്ലസ് C2 പ്ലസ് എക്സെട്ര പ്ലസ് CN ബൈ N, വേർ C1, C2 എക്സെട്ര CN ആർ ദ ഡിഫക്ട്സ് കൗണ്ടഡ് ഇൻ സെവറൽ സച്ച് യൂണിറ്റ്സ്. എന്നിട്ട് നമുക്കറിയാം പോയിസോൺ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ ഈക്വൽ ടു വേരിയൻസ് ആണ്. അപ്പോൾ ഇവിടെ മീൻ എന്ന് പറയുന്നത് C ബാറാണ്. ഈ C ബാർ തന്നെയായിരിക്കും എന്ത്? വേരിയൻസ്. സിഗ്മ സ്ക്വയർ ആണ് നമ്മൾ വേരിയൻസ് ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ ഈ മീൻ C ബാർ തന്നെയായിരിക്കും സിഗ്മ സ്ക്വയറും. സിഗ്മ സ്ക്വയർ ഈക്വൽ ടു C ബാർ. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? വേരിയൻസ് C ബാർ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് C ബാർ. അപ്പോൾ നമ്മൾ 3 സിഗ്മ ലിമിറ്റ് എടുക്കുകയാണെങ്കിൽ അപ്പർ കൺട്രോൾ ലിമിറ്റ് എന്താണ്? C ബാർ പ്ലസ് 3 സിഗ്മ. സിഗ്മ എന്താണ്? റൂട്ട് C ബാർ. UCL എന്ന് പറഞ്ഞാൽ C ബാർ പ്ലസ് 3 റൂട്ട് C ബാർ. അതുപോലെ LCL എന്താണ്? C ബാർ മൈനസ് 3 സിഗ്മ എന്ന് വെച്ചാൽ ഈക്വൽ ടു C ബാർ മൈനസ് 3 റൂട്ട് C ബാർ. ഇതെന്തുകൊണ്ടാണ് നമ്മുടെ എന്താണ് ഈ 3 സിഗ്മ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിരുന്നു. നാച്ചുറൽ ടോളറൻസ് ലിമിറ്റ് നമ്മൾ പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ എന്താ? അതിൽ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് മ്യൂ ആയിരിക്കും. അപ്പർ കൺട്രോൾ ലിമിറ്റ് മ്യൂ പ്ലസ് 3 സിഗ്മ ആയിരിക്കും. ലോവർ കൺട്രോൾ ലിമിറ്റ് മ്യൂ മൈനസ് 3 സിഗ്മ ആയിരിക്കും. ഇവിടെ നമ്മൾ മ്യൂ എന്ന് പറയുന്നത് C ബാർ ആണ്. അതുപോലെ അതുകൊണ്ട് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്, C ബാർ ആണ്. ഫോർ എ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈക്വൽ ടു വേരിയൻസ് ആണ്. അപ്പോൾ സിഗ്മ എന്താണ്? സിഗ്മ ഈസ് അഗെയിൻ C ബാർ. അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ഒബ്സർവേഷൻ തരികയാണെങ്കിൽ നിങ്ങളോട് C ബാർ ചാർട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം C ബാർ കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ UCLും LCLും കാൽക്കുലേറ്റ് ചെയ്യാം. The use of C chart is valid and made appropriate when the opportunity for the occurrence of a defect in each production is unit are infinite, but the probability of a defect at any point is very small and is constant. അപ്പോൾ C ചാർട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഡിഫക്റ്റ് വരാനുള്ള ചാൻസ് കൂടുകയും
ഒരു പെർട്ടിക്കുലർ യൂണിറ്റിൽ ഡിഫക്റ്റ് വരാനുള്ള ചാൻസ് കുറയുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ സി ചാർട്ട് യൂസ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഓഫ് സി ചാർട്ട്. In spite of the limited field of application of C-chart, there are instances in industry where C-chart is definitely needed. Some of the typical defects to which C-chart can be applied with advantage are the following. അപ്പോൾ C-chart യൂസ് ചെയ്യുന്ന ചില ഫീൽഡുകളാണ്. ഒന്നാമത്തത് ദ നമ്പർ ഓഫ് ഇംപെർഫെക്ഷൻസ് ഒബ്സർവ്ഡ് ഇൻ എ ബെയിൽ ഓഫ് ക്ലോത്ത്. രണ്ടാമത്തത് നമ്പർ ഓഫ് സർഫസ് ഡിഫക്റ്റ് ഒബ്സർവ്ഡ് ഇൻ ദ റോൾ ഓഫ് കോട്ടഡ് പേപ്പർ ഓർ എ ഷീറ്റ് ഓഫ് ഫോട്ടോഗ്രാഫിക് ഫിലിം. മൂന്നാമത്തത് നമ്പർ ഓഫ് ഡിഫക്ട്സ് ഓഫ് ഓൾ ടൈപ്പ് ഓഫ് ഒബ്സർവ്ഡ് ഇൻ എയർക്രാഫ്റ്റ് സബ്ബസ്. നാലാമത്തത് നമ്പർ ഓഫ് ബ്രേക്ക് ഡൗൺസ് എറ്റ് വീക്ക് സ്പോട്ട് ഇൻ ഇൻസുലേഷൻ ഇൻ എ ഗിവൺ ലെങ്ത് ഓഫ് ഇൻസുലേറ്റഡ് വയർ സബ്ജക്റ്റ് ടു സ്പെസിഫൈഡ് ടെസ്റ്റ് വോൾട്ടേജ്. അപ്പോൾ ഇതിലൊക്കെ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിൽ എന്താ ഡിഫക്റ്റ് ഉണ്ടാവുന്നത് വളരെ കുറവാണ്. ഈ കേസിലൊക്കെയാണ് സി ചാർട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തത് പി ചാർട്ടാണ്. പി ചാർട്ട് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫ്രാക്ഷൻ ഡിഫക്റ്റീവ്സിനെ യൂസ് ചെയ്താണ്. ഫ്രാക്ഷൻ ഡിഫക്റ്റീവ്സിനെ മോഡൽ ചെയ്യാനാണ് പി ചാർട്ട് യൂസ് ചെയ്യുന്നത്. ഫ്രാക്ഷൻ ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാമ്പിളിൽ എത്ര ഒബ്സർവേഷൻസ് ഉണ്ടാവും അല്ലേ? ഒരു സാമ്പിൾ എടുക്കുന്നു, നമ്മൾ ആ സാമ്പിളിൽ ഓരോ ഐറ്റവും ചെക്ക് ചെയ്യുന്നു. അപ്പം അതിൽ ഇപ്പോൾ ഒരു 10 സാമ്പിൾ ആ സാമ്പിളിൽ ഒരു 10 ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ 10 ഐറ്റത്തിനെ 10 ഐറ്റത്തിനെ ഇൻസ്പെക്ട് ചെയ്തിട്ട് ചിലപ്പോൾ അതിലൊരു 2 ഐറ്റം ഡിഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഫ്രാക്ഷൻ ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ഐറ്റംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്. ഇവിടെ 2/10 വരും. 1/2 0.5. The most versatile and widely used control chart for attribute is the P chart. അപ്പം നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പി ചാർട്ടാണ്. ദിസ് ചാർട്ട് ഈസ് ഫോർ ദ ഫ്രാക്ഷൻ റിജക്റ്റഡ് ആസ് നോൺ കൺഫേമിംഗ് ടു സ്പെസിഫിക്കേഷൻ. അവിടെ നമ്മൾ ഇവിടെ നമ്മൾ സി ചാർട്ടിൽ ഡിഫക്ട്സിനെയാണ് മോഡൽ ചെയ്തത്. ഇവിടെ ഫ്രാക്ഷൻ ഡിഫക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഡിഫക്ട്സ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്. This chart is applied to quality characteristics that are considered as attributes. ഇതും ഒരു attribute control chart ആണ്. If the result of an inspection is the classification of an individual article as accepted or rejected, then the P chart is applied to one quality characteristics or a group or a percentage. The objective of this P chart is to ascertain and evaluate the quality of the items and to observe the changes in quality over a period of time in addition to routine control of quality. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു നമ്മളുടെ ഒരു ഐറ്റം എടുക്കുന്നു, നമ്മൾ ഒന്നെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഫ്രാക്ഷൻ ഡിഫക്റ്റീവ് ആണ് എടുക്കുന്നത്. സോ നമ്മൾ അതിനെ നമ്മൾ പി എന്നാണ് വിളിക്കുക. പി ഈക്വൽ ടു നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്. ഈ പി ചാർട്ടിൽ നമ്മൾ എടുക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. Fraction defective or fraction rejected P is defined as a ratio of the number of non-conforming articles in any inspection or series of inspection to the total number of articles. P chart has some advantages over the C chart. രണ്ടും കമ്പയർ ചെയ്യുമ്പം സി ചാർട്ടും പി ചാർട്ടും കമ്പയർ ചെയ്യുമ്പം പി ചാർട്ടാണ് കുറച്ചും കൂടെ ബെറ്റർ. ഒന്നാമത്തെ അതിന് ബെറ്റർ ആവാനുള്ള ആ കോസസ് ആണ് താഴെ പറയുന്നത്. ഒന്നാമത്തത്, in C chart the actual defects are plotted, whereas in P chart more meaningful and more generally understood variable P is evaluated. നമ്മൾ നമ്പർ ഓഫ് ഡിഫക്ട്സിനേക്കാളും കുറച്ചും കൂടെ റിലയബിൾ ആയിട്ടുള്ള വാല്യൂ ആണ് പി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഇൻ ദ സി ചാർട്ട് എ യൂണിറ്റ് ഓഫ് സാമ്പിൾ സൈസ് ഇസ് സെലക്റ്റഡ്, whereas when the size of the sample size varies from sample to sample. അപ്പോൾ നമ്മൾ ഓരോ സാമ്പിൾ എടുക്കുമ്പോഴും സാമ്പിൾ സൈസ് മാറും. ആ ഒരു സാമ്പിൾ സൈസിൻ്റെ കാര്യം സി ചാർട്ടിൽ പറയുന്നേ ഇല്ല. അവിടെ നമ്പർ ഓഫ് ഡിഫക്ട്സിനെ മാത്രമേ പറയുന്നുള്ളൂ, സാമ്പിൾ സൈസ് കൺസിഡർ ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് പി ചാർട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ കയ്യിൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് തന്നു. അപ്പം നമ്മൾ ഓരോ സാമ്പിളും ആ സാമ്പിളിൽ എത്ര ഡിഫക്റ്റീവ്സ് ഉണ്ടെന്നും നമുക്ക് തന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പി ചാർട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ പി കാൽക്കുലേറ്റ് ചെയ്യുക. ഓരോ സാമ്പിളിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി കാൽക്കുലേറ്റ് ചെയ്യാം. പി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് ബൈ സാമ്പിൾ സൈസ്.
എന്നിട്ട് നമ്മൾ അടുത്തത് നമ്മൾ പി ബാർ കൺസ്ട്രക്ട് ചെയ്യുക. പി ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കിട്ടിയ പീകളൊക്കെ ഇല്ലേ, ആ പീൻ്റെ മീൻ എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പി ബാർ ആയിരിക്കും എന്താണ്? കൺട്രോൾ ലിമിറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് പി ബാർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ 3 സിഗ്മ ലിമിറ്റ് പ്രകാരം UCL എന്ന് പറയുന്നത് എന്താണ്? മ്യൂ പ്ലസ് 3 സിഗ്മയല്ലേ. അപ്പം ഇവിടെ എന്താണ്? മ്യൂ എന്താണ്? പി ബാർ ആണ്. സോ UCL ഈക്വൽ ടു പി ബാർ പ്ലസ് 3 സിഗ്മ. ഇവിടെ സിഗ്മ എന്ന് പറയുന്നത് പി ഇൻറ്റു പി ബാർ ഇൻറ്റു 1 മൈനസ് പി ബാർ ബൈ എൻ ആണ്. അങ്ങനെയാണെങ്കിൽ UCL എന്ത് വരും? പി ബാർ പ്ലസ് 3 ഇൻറ്റു റൂട്ട് ഓഫ് പി ബാർ ഇൻറ്റു 1 മൈനസ് പി ബാർ ബൈ എൻ. LCL പി ബാർ മൈനസ് 3 സിഗ്മ പി എന്ന് വെച്ചാൽ പി ബാർ മൈനസ് 3 ഇൻറ്റു റൂട്ട് പി ബാർ ഇൻറ്റു 1 മൈനസ് പി ബാർ ബൈ എൻ. അപ്പോൾ നിങ്ങൾക്ക് പി ബാർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം കണ്ടുപിടിക്കാം. എന്ന് പറയുന്നത് നമ്പർ ഓഫ് സാമ്പിൾ സൈസാണ്. ഇങ്ങനെയാണ് പി ചാർട്ട് കൺസ്ട്രക്ട് ചെയ്യുക. അടുത്തത് NP ചാർട്ടാണ്. NP ചാർട്ടിൽ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സിനെയാണ് മോഡൽ ചെയ്യുന്നത്. ആദ്യത്തേത് നമ്പർ ഓഫ് ഡിഫക്റ്റ് ആയിരുന്നു. രണ്ടാമത്തത് ഫ്രാക്ഷൻ ഓഫ് ഡിഫക്റ്റീവ്സ് ആയിരുന്നു. ഇവിടെ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് ആണ്. ഇൻ ഓർഡർ ടു സിംപ്ലിഫൈ ദ വർക്ക് ഓഫ് ദ പേഴ്സൺ ഇൻ ദ ഷോപ്സ് ആൻഡ് ഫാക്ടറീസ് ടു പ്ലോട്ട് ദ നെസസറി പോയിന്റ്സ് ഇൻ ദ കൺട്രോൾ ചാർട്ട്, the P chart is modified, and instead of plotting the fraction defective, we plot the number of defective NP in each sample, which is always an integer. ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് പ്ലോട്ട് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് കൺട്രോൾ ചാർട്ട് വരയ്ക്കാനും അത് പ്ലോട്ട് ചെയ്യാനും പിന്നെ നമുക്ക് ആ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഔട്ട് ഓഫ് കൺട്രോൾ ആണെങ്കിൽ നമുക്ക് ആ പോയിൻറ്റിനെ റിമൂവ് ചെയ്തിട്ട് വീണ്ടും അത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം ആ ഒരു ഡിഫിക്കൽട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ഫ്രാക്ഷന് പകരം നമ്മൾ ഇൻഡിജർ ആക്കി കൊണ്ടുവന്നു. ഇൻഡിജർ എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഒരു കൗണ്ട് ആയിരിക്കും അല്ലേ. അപ്പം നമ്മൾ NP ചാർട്ട് കൺസ്ട്രക്ട് ചെയ്തു. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ്, നമ്മൾ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സിനെ നമ്മൾ പ്ലോട്ട് ചെയ്യാൻ നോക്കി. അതാണ് NP ചാർട്ട്. NP ചാർട്ടിൻ്റെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് NP ബാർ ആണ്. UCL NP ബാർ പ്ലസ് 3 ഇൻറ്റു റൂട്ട് ഓഫ് NP ബാർ ഇൻറ്റു 1 മൈനസ് പി ബാർ. LCL NP ബാർ മൈനസ് 3 ഇൻറ്റു റൂട്ട് ഓഫ് NP ബാർ ഇൻറ്റു 1 മൈനസ് പി ബാർ.